എല്ലാവർക്കും ബിലീവർ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്നാണ് മിൽക്കി വേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുക? എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുക? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എന്താണ് മിൽക്കി വേ, എവിടെയാണ് അൽക്കുവ മിൽക്കി വേ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. എന്നാണ് മിൽക്കി വേ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുക? ഇതിനൊരു സീസൺ തന്നെയുണ്ട്. മിൽക്കി വേ സീസൺ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ്. രാത്രി 7:30 തുടങ്ങി പാതിരാത്രിയിൽ അസ്തമിക്കുകയും ചെയ്യും. ഇതിൻ്റെ കോർ ഭാഗം നന്നായി കാണണമെങ്കിൽ, അതായത് ഏറ്റവും മനോഹരമായി മിൽക്കി വേ കാഴ്ച കാണണമെങ്കിൽ ഒക്ടോബർ മാസം നമുക്ക് നമ്മുടെ ആകാശത്ത് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നീടുള്ള ഓരോ മാസം കഴിയുമ്പോഴും ഇത് നേരത്തെ അസ്തമിച്ചു തുടങ്ങും. പിന്നീട് മിൽക്കി വേയുടെ മറുവശമാണ് കാണുന്നത്. അതാണ് നമ്മൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കാണുന്നത്. എന്നാൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കാണുന്നത് മിൽക്കി വേ അല്ല. ആ മാസങ്ങളിൽ കാണപ്പെടുന്നത് മിൽക്കി വേയുടെ മറുവശമാണ്. ഈ മാസങ്ങളിലും ഒരുപാട് നക്ഷത്രങ്ങളെ കാണാമെങ്കിലും മിൽക്കി വേയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണുക ഒക്ടോബറിലാണ്. ഒക്ടോബർ മാസത്തിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കുറേ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു മഞ്ഞ നിറം പോലെ കാണാവുന്നതാണിത്. എന്നാൽ ഇത് എല്ലായിടത്തു നിന്നും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ലൈറ്റ് പൊല്യൂഷൻ, അതായത് പ്രകാശ മലിനീകരണം തീരെ കുറഞ്ഞ ഭാഗത്താണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു തെരുവ് വിളക്ക് പോലുമില്ലാത്ത, പ്രകാശ മലിനീകരണത്തിന് തീരെ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലാണ് ഇത് കാണുക. നമ്മുടെ കേരളത്തിലെ ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ മിൽക്കി വേ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. പ്രകാശ മലിനീകരണം എത്രയുണ്ടെന്നറിയാൻ ചില ആപ്പുകൾ നമ്മളെ സഹായിക്കും. ഇതുപോലുള്ള ആപ്പുകളിൽ പ്രകാശ മലിനീകരണത്തിൻ്റെ തീവ്രത എത്ര ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി ഭൂമിയുടെ പ്രതലത്തിൽ പൊടിപടലങ്ങൾ, കോടമഞ്ഞുകൾ പോലെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ക്യാമറ മോഡ് സെറ്റ് ചെയ്ത് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ക്യാമറയിൽ പ്രോ മോഡ് എടുത്ത് ISO, ഷട്ടർ സ്പീഡ്, ഫോക്കസ് എന്നിവ ഈ വിധത്തിൽ സെറ്റ് ചെയ്യുക. തീരെ അനക്കം വരാത്ത രീതിയിൽ ഫോട്ടോ എടുക്കുക. 30 സെക്കൻഡ് വരെ സമയം ആവശ്യമായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോട്ടോ കിട്ടും. അതിൽ മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ രുദ്ര വാലി, പാൻകോക്ക്, സോൻമാർ, കൂട്ട്, നീൽ ഐലൻഡ് എന്നീ സ്ഥലങ്ങളിലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ കാണുന്ന മിൽക്കി വേ പ്രസൻറ്റ് അല്ല എന്നുള്ളതാണ്. 25,000 വർഷങ്ങൾക്ക് മുൻപ് മിൽക്കി വേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ആ സമയത്തെ മിൽക്കി വേയാണ് നമുക്ക് ഇന്ന് ആകാശത്ത് കാണാൻ സാധിക്കുക. അതിനുള്ള കാരണം മിൽക്കി വേയുടെ ദൂരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒക്ടോബർ മാസം തന്നെ നമ്മുടെ അൽക്കുവ മിൽക്കി വേ ഗ്രൗണ്ട് സന്ദർശിക്കാൻ ശ്രമിക്കുക. ഫെബ്രുവരി മാസം വരെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുമെങ്കിലും ഒക്ടോബറിലാണ് ഏറ്റവും മനോഹരമായ കാഴ്ച കാണുക. എന്നാൽ അതിശൈത്യ മാസങ്ങളിലും അൽക്കുവ മിൽക്കി വേ സ്പോട്ടിൽ ഒരുപാട് സഞ്ചാരികൾ എത്താറുണ്ട്. മിൽക്കി വേ കാഴ്ചയ്ക്ക് പുറമെ ഡിസേർട്ട് സഫാരിക്ക് പറ്റിയ പ്രദേശമാണ് മിൽക്കി വേ സ്പോട്ട്. അതുകൊണ്ട് കൂടിയാണ് എല്ലാ വർഷവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. എന്നാൽ അൽക്കുവ മിൽക്കി വേ സ്പോട്ട് സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭക്ഷണം, സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ കയ്യിൽ കരുതേണ്ടതാണ്. നിങ്ങളുടെ വാഹനങ്ങളുടെ കണ്ടീഷൻ ഉറപ്പുവരുത്തുക. ഇത് നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അൽക്കുവ മിൽക്കി വേ സ്പോട്ട് സന്ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ട കാഴ്ചകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മിൽക്കി വേ കുറിച്ചുള്ള അൽക്കുവയിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.